1981 കാലഘട്ടം വിജയ് ചിത്ര കമ്പനീസിന്റെ ബാനറിൽ പി.ജി. വിശ്വംഭരൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് സ്ഫോടനം. ഷീല, സുകുമാരൻ, സോമൻ, രവികുമാർ, സീമ തുടങ്ങിയവരോടൊപ്പം സജൻ എന്ന പേരിൽ ഒരു സുപ്രധാന വേഷത്തിൽ മമ്മൂട്ടിയും. അഭിനയിക്കാനെത്തിയ താരത്തോട് സംവിധായകൻ പറയുകയുണ്ടായി, ഒരു വലിയ മതിലിൽ നിന്ന് ചാടുന്ന ഒരു സീനുണ്ട്, പക്ഷേ നായകന് പകരം ഡ്യൂപ്പാണ് അവിടെ ചാടിയത്. എന്നാൽ ഒപ്പം ചാടേണ്ട മമ്മൂട്ടി വീഴുന്നത് റോഡിലേക്കും. വളരെ റിസ്ക് ഉള്ള ഒരു രംഗമായിരുന്നു അത്. തൊട്ടടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഷീലാമ്മ സംവിധായകനോട് ചോദിക്കുകയുണ്ടായി, ബെഡ് ഒന്നേ ഉള്ളൂ അല്ലേ? കൂടെ ചാടുന്ന ആൾക്ക്, അതായത് മമ്മൂട്ടിക്ക് ബെഡില്ലേ? ഈ ചോദ്യം കേട്ട് ശുഭിതനായ സംവിധായകൻ പുച്ഛത്തോടെയാണ് ഷീലാമ്മയോട് ഇങ്ങനെ പറഞ്ഞത്, ഈ കാണുന്ന വ്യക്തി നാളെ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല, പിന്നെയാണോ ബെഡ്? മതിൽ ചാടിയ മമ്മൂട്ടിയുടെ കാലിൽ വലിയ പരിക്കുകൾ പറ്റി. അദ്ദേഹത്തെ ആരും തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. പരിക്കേറ്റ കാലമായി മമ്മൂട്ടി അവിടെ നിന്നും മുടന്തി മടങ്ങി. വർഷം ഇന്ന് 2025. സ്ഫോടനം എന്ന സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്കയായി മാറി. സിനിമയിലെ പരിക്ക് മൂലം മമ്മൂട്ടിക്ക് അന്ന് അഭിനയിക്കാനേ കഴിഞ്ഞില്ല. ഓരോ അവസരങ്ങളും തന്നെ തേടിയെത്തുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു മമ്മൂട്ടി. മലയാളത്തിന്റെ പ്രിയനടി ഷീല ഒരു അഭിമുഖത്തിനിടെ പങ്കുവച്ച പഴയകാല ഓർമ്മയാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. പക്ഷെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അയാൾ ഇവിടെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ നടനാണ് ഇന്ന് മലയാളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂട്ടി.